Praise the Lord. നമുക്ക് പകരം വായിക്കാം. Let's read Book of Ezekiel, chapter 36, verses 26. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം 26-ാം വാക്യം. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും. 26-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം നൽകും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. 36:26. I will read. Moreover, I will give you a new heart and put a new spirit within you. I will give you a new heart and a new spirit. ദൈവത്തിന് സ്തോത്രം. ന്യൂ ഹാർട്ട് ആൻഡ് ന്യൂ സ്പിരിറ്റ്. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ആത്മാവിൽ പുതുക്കപ്പെടുക. റിന്യൂവൽ ഇൻ സ്പിരിറ്റ്. We receive the Holy Spirit, but we shall renew every day in the Holy Spirit. എല്ലാ ദിവസവും ആത്മാവിന്റെ പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. Why we have to renew in spirit? When we renew in spirit, എപ്പോൾ ആത്മാവിൽ പുതുക്കപ്പെടുന്നു അപ്പോൾ മാത്രമാണ് we can have a confidence we are growing in spirit. ഞാൻ ആത്മാവിൽ പുതുക്കപ്പെടുമ്പോൾ മാത്രമാണ് ആത്മീയ ജീവിതത്തിൽ ഞാൻ വളരുവാൻ ഇടയായി തീരുന്നത്. എന്തുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വളരുന്നില്ല? നമ്മൾ ആത്മാവിൽ പുതുക്കപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രാരംഭത്തിൽ ദൈവം ഓർപ്പിച്ചു, we are satisfied with our own spiritual life. ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്റെ ആത്മജീവിതത്തെ കുറിച്ച്, പക്ഷേ ദൈവം സന്തുഷ്ടനല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പിന്നെയും പകരുകയാണ്. സ്തോത്രം. പറഞ്ഞാൽ പഴയത് പുതിയതല്ല, ഒറ്റ ആത്മാവേ ഉള്ളൂ. He is renewing every day, every moment. It's a new experience. അതിനാണ് പുതിയ ആത്മാവ് എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മൾ ജീവിക്കുന്നത് പഴയകാല അനുഭവം കൊണ്ടാണ്, പണ്ട് പ്രാപിച്ച ആത്മാവ് കൊണ്ടാണ്. പക്ഷേ പുതിയ അനുഭവങ്ങൾ നമ്മൾ പ്രാപിക്കുന്നില്ല. ബിക്കോസ് why we are not having a new experience in spiritual life? we are not renewing in spirit. നമ്മൾ ആത്മാവിൽ പുതുക്കപ്പെടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമുക്കറിയാം, എല്ലാത്തിനും നമ്മുടെ റോൾ മോഡൽ ജീസസ് ക്രൈസ്റ്റ് ആണ്. If you want to study the spiritual life, we have to study the life of Christ. അതിനാണ് പുത്രനെ ഭൂമിയിൽ തന്നിരിക്കുന്നത്. നമ്മൾ യേശുവിന്റെ ജീവിതം പഠിച്ചേ മതിയാകുള്ളൂ. സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരായ ക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ പഠിക്കണം. സ്തോത്രം. Hallelujah. If you go through the life of Christ, how Christ has renewed in spirit നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ ക്രിസ്തു ആത്മാവിൽ പുതുക്കം പ്രാപിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. നമുക്ക് ആദ്യം വായിക്കാം ലൂക്ക് ചാപ്റ്റർ 1:35. ലൂക്കോസ് 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്ന ശക്തി നിന്റെ മേൽ നിഴലിടും. Praise the Lord. Answered, the Holy Spirit will come upon you. The Holy Spirit will come upon you. Overshadow you. Or the Son of God. Praise the Lord. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും, by birth Jesus received Holy Spirit. ജനിക്കുമ്പോൾ തന്നെ ആത്മാവിനാൽ ജനിക്കപ്പെട്ടവനാണ്. Praise the Lord. നമ്മളെല്ലാം എങ്ങനെയാണ്? ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. സ്തോത്രം. By birth he is born in spirit. Praise the Lord. ഇനി ലൂക്ക് 2:40 ഒന്ന് വായിച്ച്. അവിടെ കൂടെ തീർന്നില്ല. As the child grew up, he was filled with wisdom, and the grace of God was on him. Praise the Lord. മലയാളത്തോട് വായിച്ചു. പൈതൽ വളർന്നു. ജീസസ് വാസ് ഗ്രോയിങ്. ചുമ്മാ അങ്ങ് ബോഡി വളരുകയായിരുന്നില്ല, ആത്മാവിൽ എന്ത് ചെയ്തു? ബലപ്പെട്ടു. He was growing in spirit. So by birth of spirit അല്ല, while he was growing, he was renewing in spirit. ജനിച്ചപ്പോൾ ആത്മാവിൽ ജനിച്ചു, വളരുമ്പോൾ അനുദിനം ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈ ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. എങ്കിലും മാത്രം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വ്യത്യാസം വരികയുള്ളൂ. നിങ്ങൾ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുള്ളൂ, എനിക്ക് ആത്മാവിൽ എന്നും പുതുക്കം വേണമെന്ന്.
Praise the Lord. Praise the Lord. So, by birth in spirit, and he was growing by spirit. Luke 3:22 വായിക്കുമ്പോൾ കാണാൻ കഴിയും, ബാപ്റ്റൈസ് ചെയ്യുമ്പോൾ എന്ത് കാണാൻ കഴിയും? As the Holy Spirit descended on him in bodily form like a dove, and a voice came from heaven. Holy Spirit descended upon him. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്ത് വന്നു? യേശുവിന്റെ മേൽ വന്നു. സോ ഡിഫറെന്റ് ലെവലാ കാണിക്കുന്നുണ്ടോ? He is renewing his level of spiritual life. മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. ജനിച്ചപ്പോൾ ആത്മാവിൽ, വളരുമ്പോൾ ആത്മാവിൽ, അനുസരിക്കുമ്പോൾ ആത്മാവിൽ, തീരുമാനമെടുക്കുമ്പോൾ ആത്മാവിൽ, ഇതെല്ലാം ആത്മാവിൽ പുതുക്കം പ്രാപിക്കുക. Praise the Lord. Praise the Lord. In Luke 4:1 എന്ന് വായിച്ചേ. Full of the Holy Spirit. Then he left Jordan and was led by the Spirit. പറയുന്നു, ഈ ആത്മാവ് വന്ന ശേഷം പറയുന്നു, he was filled with Holy Spirit. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. നോക്കിയത് നിങ്ങൾ മനസ്സിലാക്കണം, ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരിൽ നിന്ന്? The prayer is coming from Christ. Every day renew me in spirit. I'm here to do your will. I need your spirit, Lord. എന്റെ പിതാവ് ഇതിന്റെ ആത്മാവില്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പ്രാർത്ഥന ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞവനായി യേശു വന്നു. സ്തോത്രം. 4:14 ഒന്ന് വായിച്ച്. Luke 4:14. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. Praise the Lord. Jesus returned to Galilee in the power of the Holy Spirit. He was filled with the Holy Spirit. Now it says that he was having the power of the Holy Spirit. സ്തോത്രം. ഓരോ സമയത്തും ആത്മാവിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരുന്നു. Praise the Lord. Praise the Lord. ജനിച്ചപ്പോഴുള്ള ആത്മാവ് കൊണ്ടല്ല ക്രിസ്തു നടന്നുകൊണ്ടിരുന്നത്. കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. Praise the Lord. Hallelujah. എന്തിനാണ് ഈ പുതുക്കം? Why we have to renew in spirit? അതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, the ultimate aim എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്ക് 16:19 വായിക്കുമ്പോൾ കാണാൻ കഴിയും. മാർക്കോസ് 16:19 ഇങ്ങനെ കാണുന്നു. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവർ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട എല്ലാ He was taken to heaven and sat at the right hand of the Lord. ആത്മാവിൽ പുതുക്കം പ്രാപിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിന്നെ കാണും. സ്തോത്രം. അതുകൊണ്ടാണ് പുതുക്കം പ്രാപിക്കണം എന്ന് പറയാൻ. That's the reason. That's the only reason. When you are renewing your spiritual level, you are renewing in spirit. That will ensure that you will go back to your father's home. സ്തോത്രം. ജനിച്ച ആ സമയത്തെ ആത്മാവല്ല, വളരുമ്പോൾ ആത്മീയ അനുഭവമല്ല, അനുസരിച്ചപ്പോൾ ആത്മീയ അനുഭവമല്ല, അവൻ കഷ്ടതയിൽ നടന്ന ആത്മീയ അനുഭവമല്ല, അവൻ ശത്രു ജയിച്ചപ്പോൾ ആത്മീയ അനുഭവമല്ല, നിത്യത എത്തോളം ആത്മാവിൽ വളർന്നുകൊണ്ടേയിരുന്നു. സ്തോത്രം. Praise the Lord. Praise the Lord. ആമേൻ. ഈ ഏത് ആത്മാവാണ്? ദൈവത്തിന്റെ ആത്മാവ്. It's called the Holy Spirit. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, that reason God will provide a new spirit. This is the same Holy Spirit. When you receive by birth, it's a new experience. When you receive while you're growing, it's a new experience. When you receive while you're committed, it's a new experience. എല്ലാ അനുഭവങ്ങളും പുതിയതാണ്. സ്തോത്രം. ദൈവസഭയിൽ ഓരോ മക്കളും ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് പുതിയ അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. You have to renew in spirit every day, every moment. Hallelujah. Hallelujah. Stotram. Now, how we know that we are really, I am renewing my every day in spirit. എല്ലാ ദിവസവും ആത്മാവിൽ ഞാൻ പുതുക്കം പ്രാപിക്കുന്നുണ്ടോ? എന്റെ ലൈഫിൽ ഒരിക്കൽ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണോ? അത് എന്നും ഞാൻ അത് പുതുക്കം പ്രാപിക്കുന്നുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കണം. ഇല്ലെങ്കിൽ മറുവശം പറഞ്ഞാൽ, പുതുക്കം പ്രാപിക്കണമെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണം? ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് പഠിക്കാം.
If I am a renewing spirit, what shall happen in my life? Or by through the word of God, you have to going to realize that I really renewing my life every day with spirit. ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വായിക്കാം എസെക്കിയേൽ 18:31. എസെക്കിയേൽ 18:31 18:31. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവേ. ആ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവേ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? Rid yourselves of all offenses you have committed, and give a new heart. One more time, louder. Rid yourselves of all the offenses you have committed, and give a new heart and a new spirit. Praise the Lord. Why will you die? When you remove all the offenses, സ്തോത്രം. മലയാളത്തിൽ എന്താ അങ്ങനെ വെച്ച്? നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങൾ മാറ്റി കഴിയുമ്പോൾ ഞാൻ പുതിയ ആത്മാവിനെയും പുതിയ ഹൃദയത്തെയും തരും. If you remove the offenses of your spiritual offenses, ആത്മീയ അതിക്രമങ്ങൾ മാറ്റിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആത്മാവിൽ പുതുക്കം ലഭിക്കും. സ്തോത്രം, സ്തോത്രം. എന്താണ് സ്പിരിച്വൽ ഒഫൻസ്? ആത്മീയത്തിലെ അതിക്രമം എന്താണ്? സ്തോത്രം. അത് നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ പുതിയ ആത്മാവിന് കിട്ടും. നമുക്കതിന്റെ 29-30 വായിക്കാം. 29-30. എന്നാൽ ഇസ്രായേൽ ഗൃഹം കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് ഇസ്രായേൽ ഗൃഹം പറയുക, ഇസ്രായേൽ ഗൃഹം ദൈവത്തിന്റെ ജനം, the God's people is saying that the way of Lord is not fair. ദൈവത്തിന്റെ വഴി ഒന്നില്ല, ഒരു ഗുണവുമില്ല. വായിച്ചു. ഇസ്രായേൽ ഗൃഹമേ, എന്റെ വഴികൾ ചൊവ്വുള്ളവയല്ലയോ? നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവയല്ലയോ? അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുമെന്ന് യഹോവയായ കർത്താവിൽ. What is spiritual offense? You took a decision to follow Christ, and now we are saying this spiritual world, the spiritual path is not fair. ക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനമെടുത്തവൻ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും വിളിച്ചു പറയുക, ഈ വഴി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ആരാധിച്ചിട്ടും കാര്യമില്ല. സ്തോത്രം. എല്ലാം കള്ളത്തിനുവാ, പാസ്റ്റർ കള്ളത്തിനുവാ, വിശ്വാസത്തിന് കള്ളന്മാരാ, പെന്തിക്കോസ്തുകാർ മുഴുവൻ കള്ളന്മാരാ. Everyone is corrupted, but there's a truth. Everyone is corrupted, but this path is true. Hallelujah. ഈ വഴി സത്യമാ, ഈ മാർഗം സത്യമാ. John 14:6 പറഞ്ഞു, ഞാൻ തന്നെ വഴി. I am the way. I will make a way എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? I am the way. ഞാൻ തന്നെ വഴി. സ്തോത്രം. ഈ ഭൂമിയിലെ സകല പെന്തിക്കോസ്തുകാരും നശിച്ച് താഴെ പോയാലും ഈ വഴി സത്യമാ. മനസ്സിലാക്കുന്ന ദൈവത്തെ സ്തുതിക്കുക. Hallelujah. Even you will say that past is corrupted. All the brothers and sisters are corrupted. Everyone is selfish now. Everyone is corrupted. Nobody is holding the love of Christ. Nobody is having testimony. I agree with you. You are saying is right, but still this way is perfectly true. But what you are saying now, this way is not good. ആത്മാവിൽ പുതുക്കം പ്രാപിക്കണമോ? ആമേൻ. സ്തോത്രം. കുടുംബ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിലും, തലമുറകളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിലും, അവൻ ജോലി സ്ഥലത്തിൽ പ്രശ്നമുണ്ടെങ്കിലും, ജീവിതത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാണെങ്കിലും, അവൻ എല്ലാം കറക്കണം തോന്നിയെങ്കിലും നീ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഈ വഴി സത്യമാണ്, അത് ഞാൻ ഉറച്ചോട് പറയുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ പുതുക്കം പകർന്നുകൊണ്ടേയിരിക്കും. Praise the Lord. Praise the Lord. പ്രേരണത്തോളം our leader is still alive. He is leading our spiritual life. He is the way, and that way is the true, and the true you reach to the eternal life. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. But what the people of God is saying now, Lord, your way is not fair. നിന്റെ വഴി ഒരു ഗുണവുമില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു പ്രശ്നങ്ങളാ, ഞങ്ങൾക്ക് വിടുതലില്ല, ഞങ്ങൾ കഷ്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ നീ പറയണം, എല്ലാം മാറിപ്പോയാലും ഈ വചനങ്ങൾ മാറിയില്ല, ഈ വഴി സത്യമാണ്.
This way is the real way. This is the truth. Amen. Amen. Praise the Lord. Psalms 107:7 എന്ന് വായിച്ചേ. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവർ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി. He led them through the right way. ഇതാണ് സത്യവഴി, യഥാർത്ഥ വഴി. നിങ്ങൾക്ക് ദൈവം നിശ്ചയിച്ച ഇടത്ത് ചെല്ലണമെങ്കിൽ ഈ വഴിയുടെ പോയേ പറ്റൂ. ഈ വഴിയുടെ പോയാൽ ആത്മാവിന്റെ പുതുക്കൽ ലഭിക്കും. Every day problems you are facing, every difficulties you are facing, what is the devil's plan? One day you have to say, Lord, your way is not fair. This is not good. We are coming for prayer. We are reading Bible. We are praying to Lord. We are doing evangelization. We are giving tithe. We are giving offering. I am doing everything according to the word of God. Still we are facing the problem. We are saying that your way is not perfect. But who stay in Christ in the midst of all these problems and say that whatever happens to me, I will stay in this real truth, you will be renewed in spirit. Amen. Amen. എന്തിനാ നിന്നെ പുറത്തു കടന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക? നിന്റെ വാഗുകൊണ്ട് നീ പറയണം, ഈ വഴി വേണ്ട, ഇത് ശരിയാകത്തില്ല, സ്തോത്രം എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുക. പക്ഷെ ഓർക്കണം, നീ അവിടെ ഉറച്ചു നിന്നാൽ നീ പാർക്കുവാൻ തക്ക പട്ടണത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയിൽ അവന്റെ തലമുറയുടെ വിടുതലിൽ അവന്റെ കുടുംബത്തിന്റെ രക്ഷയിൽ ചെല്ലേണ്ടതിന് ആ യഥാർത്ഥ വഴിയിൽ നീ ഉറച്ചു നിൽക്കുക. വഴിയിൽ നശിച്ചു പോകാതിരിക്കാൻ നീ പുത്രനെ ചുംബിക്കുക. Praise the Lord. Hallelujah. അതുകൊണ്ട് ഇത് പകരം ചെയ്യണം. ജെറമ്യ 6:16 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. Praise the Lord. ഒത്തിരി വഴി തുറന്നു വച്ചിരിക്കുക. There are many ways. Today I will take a decision. I will go and find the good way, the right way. Who is the right way? Jesus. ആ വഴി ഞാൻ കണ്ടെത്തും. I will find it. I will find it. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. Proverbs 42 വായിച്ച ആ ഭാഗം മാറ്റാം. സദൃശവാക്യം 14:12. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ. I will go back to Christ. I will search and find the right way. ആ ഡിസിഷൻ എടുക്കുന്നില്ലെങ്കിൽ, if you are not taking that decision, you will take a decision that I will find my own way. ഇപ്പൊ നല്ലതാണ് തോന്നുന്നു, but the end of that way is death. എന്താണ്? സ്പിരിച്വൽ ഡെത്ത്. നീ പ്രാപിച്ച ആത്മീയ ജീവിതം, ആത്മീയ ജീവൻ നശിച്ചു പോകും. ആമേൻ. നീ സ്പിരിച്വലി ഡെഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് ജീവനുള്ള വഴിയിലൂടെ നടക്കുവാൻ കർത്താവ് ഇന്ന് പകൽ പറയണം. എന്തു വന്നാലും ഓർക്കണം, അവസാന ശ്വാസം വരെയും പറയണം, ഈ വഴി സത്യമാണ്. This way is the real way. This is the good way. This is the right way. This is called, this is the way named Jesus Christ. സ്തോത്രം. അപ്പോൾ നമ്മൾ പരിശോധിക്കണം, എന്താണ്, എന്തുകൊണ്ട് ഞാൻ ആത്മാവിൽ പുതുക്കപ്പെടുന്നുണ്ടോ? Why I am not renewing? Because I am fluctuating in my spiritual life. If everything is good, this way is good. If everything is bad, this way is bad. If everything is good or bad, you should say, this way is the good way. This is the right way. I will get the deliverance today or tomorrow by my heavenly Father. ഞാൻ ഈ വഴിയിൽ ഉറച്ചു നിൽക്കും, എന്റെ ദൈവം എന്നെ വിടുവിക്കുമെന്ന് പറയുമ്പോൾ every day, every moment you are renewing in spirit. ആത്മാവിൽ പുതുക്കം പ്രാപിക്കും. Praise the Lord. Now Ezekiel 11:19-20. എസെക്കിയേൽ 11:19-20.
അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് കൊടുക്കും. Praise the Lord. And give them an undivided heart and put a new spirit in them. I will remove their heart of stone and give them a heart of flesh. അവരുടെ വിധികളും കൽപ്പനകളും ചട്ടങ്ങൾ അനുസരിക്കേണ്ടതിന് എന്തിനാണ് ആ പുതിയ അഭിഷേകം കിട്ടുന്നത്? How you are renewing in spirit? If you have a decision, I will abide in the word of God. ഈ വചനത്തിൽ മാത്രം ഞാൻ നിലനിൽക്കുന്ന തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അവനെ ആത്മാവിൽ പുതുക്കും. നമ്മുടെ പ്രശ്നം എന്താണ്? വചനവും വേണം, വചനത്തിൽ പുറത്തുള്ളതും വേണം. സ്തോത്രം. പാസ്റ്ററും വേണം, പട്ടക്കാരനും വേണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കാൻ ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും നമുക്ക് ആവശ്യം. പക്ഷേ ലോർഡ് ഈസ് സേയിങ്, who will abide in my word of God, I will give him a new spirit. ഈ വചനത്തിൽ നിലനിൽക്കുവാൻ ആര് തീരുമാനമെടുക്കുന്നുവോ അവന്റെ മേൽ ആത്മാവിനെ പകരും. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ക്ലിയറായിട്ട് വചനം പഠിപ്പിക്കുന്നത് ഈ ബൗണ്ടറി വിട്ടുപോകുന്ന ഒന്നും നിങ്ങൾ അനുസരിക്കരുത്. ഈ ബൗണ്ടറി വിട്ടുപോകുന്ന ഒന്നും നിങ്ങൾ അനുസരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അനുസരിക്കേണ്ട ദൈവത്തിന്റെ വചനമാണ്. പാസ്റ്റർ എഴുതിയ ബുക്കാണെങ്കിലും കൊള്ളാം, അച്ഛന്മാർ എഴുതിയ പുസ്തകമാണെങ്കിലും കൊള്ളാം, ആമി ബൈബിളിന് പുറത്തുള്ള ഏത് ഗ്രന്ഥമാണെന്നും കൊള്ളാം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണെങ്കിൽ ഗുഡ് ബൈ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ വിധികളും കൽപ്പന അനുസരിക്കുന്നെങ്കിൽ നിനക്ക് എന്ത് കിട്ടും? ആത്മാവിന്റെ പുതുക്കം. You will be renewed in spirit. John chapter 14, 15 and 16 വായിച്ച്. യോഹന്നാൻ 14:15-16. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. If you love me, you will obey my word. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. When you start obeying the word of God, I will request my Father. എന്താണ്? അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ. Hallelujah. Say to obey all the word of God, to the Father to give the Holy Spirit. സ്തോത്രം. ചില പറയുന്നത്, അയ്യോ അവിടെ ധ്യാനകേന്ദ്രത്തിൽ ഭയങ്കര ആത്മാവാ. ഏതാത്മാവാ? They are not ready to obey the word of God. They are not ready to obey the word of God. അത് മാത്രം തീരുമാനമില്ല. ഞാൻ വചനം കുറച്ചനുസരിക്കും, നടക്കില്ല. I will obey the word of God. ഞാൻ 100% അനുസരിക്കും. നീ എപ്പോൾ അനുസരിക്കുന്നു എന്തിന്റെ അടയാളമാ? നീ എന്നെ സ്നേഹിക്കുന്നു. If you start obeying the word of God, I realize that you love me. When at least you are obeying the word of God, I will request my Father to give you new spirit. Renew you every day in spirit. എല്ലാ ദിനവും ആത്മാവിനാൽ പുതുക്കം പ്രാപിക്കുവാൻ ഞാൻ പിതാവിനോട് ചോദിക്കും. സ്തോത്രം. ചോദിച്ചിട്ടൊന്നും അങ്ങ് പോകണോ? നമ്മുടെ പ്രാർത്ഥന പോലല്ല കർത്താവിന്റെ പ്രാർത്ഥന. ഇത് സംഭവിക്കും. 23 വായിച്ചു. 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. If you anyone who loves me obey my word, അങ്ങനെ immediately I will pray to my Father to give you the spirit. സംഭവിച്ചു. എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. Reply for his prayer. നീ അവരെ സ്നേഹിക്കുമ്പോൾ, അവന്റെ വചനം അനുസരിക്കുമ്പോൾ, അവർ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അവൻ എവിടെ വാസം ചെയ്യുക? ഞങ്ങൾ 3 പേരും വന്ന് നിന്റെ മേൽ വാസം ചെയ്യും. പിതാവ് പുത്രന് പരിശുദ്ധാത്മാവ് വന്ന് നിന്റെ മേൽ we will make a home in you. നിന്റെ ജീവിതത്തിലേക്ക് അവർ ഇറങ്ങി വരും. Praise the Lord. Praise the Lord. Are you taking a decision that I will only obey the word of God? അങ്ങനെ തീരുമാനമുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ അനുദിനം ആത്മാവിൽ നീ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓർക്കണം, ജനിച്ചപ്പോൾ ആത്മാവിലായ ക്രിസ്തു ഒടുവിൽ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്?
അവന്റെ വഴികളിൽ നടന്നാൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കാം. അവന്റെ വചനം മാത്രം അനുസരിച്ചാൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Obey only word of God. വചനം മാത്രം അനുസരിക്കും. എനിക്ക് എന്റെ വെളിപ്പാടെന്ന് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ അനുസരിക്കുന്നത്. ചെക്ക് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ഈ വചനം അതിനെ സാധൂകരിക്കുന്നുണ്ടോ? ഈ വചനം ആ വെളിപ്പാട് അംഗീകരിക്കുന്നുണ്ടോ? Obey that. Everything you have to analyze through the word of God. ഈ വചനത്തിലൂടെ നീ അതിനെല്ലാം നീ പ്രസംഗങ്ങളെല്ലാം നീ പരിശോധിക്കണം. സ്തോത്രം. Hallelujah. When you start obeying me, I will start praying to my Father to give you, to renew in spirit. And it's a promise of God. We will come and make a home with you. അതുകൊണ്ടാ പറഞ്ഞേ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? You are a temple of God. എപ്പോഴാണ് നീ വചനം മാത്രം അനുസരിക്കുമ്പോൾ നീ ആത്മാവിന്റെ മന്ദിരമായി മാറുന്നു. Praise God. Hallelujah. സ്തോത്രം. മൂന്നാമത് റോമൻസ് 5:5. എത്രയാണ്? റോമലേഖനം 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. Praise the Lord. മൂന്നാമത്, and hope does not put us to shame. God's love has poured into God's love has been poured into our poured into your heart the Holy through the Holy Spirit given to us. അപ്പോൾ ഹോളി സ്പിരിറ്റിനെ റിന്യൂ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? You are renewed in God's love. ഏത് സ്നേഹത്തിലാ? ദൈവത്തിന്റെ സ്നേഹത്തിൽ. What is God's love? നിങ്ങൾ വായിക്കണ്ട, 1 Corinthians 13:13 വായിച്ചാൽ മതി. സ്നേഹം നിഗളിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. ആമേൻ. സ്നേഹം എന്ത് ചെയ്യുന്നു? എല്ലാം മറക്കുന്നു, എല്ലാം പൊറുക്കുന്നു. വിശ്വാസവും പ്രത്യാശയിലും സ്നേഹത്തിൽ ഏറ്റവും വലുത് സ്നേഹം തന്നെ. I love my wife and my son. ഇത് ദൈവത്തിന്റെ സ്നേഹമല്ല. This is your love. ആമേൻ. എന്നെ സഹായിക്കുന്നതിനെ സ്നേഹിക്കുന്നു. This is your love. എന്നോട് നല്ല വാക്ക് പറഞ്ഞതിനെ സ്നേഹിക്കുന്നു. This is your love. What is God's love? മനുഷ്യരെ ഉണ്ടാക്കിയതുകൊണ്ട് അനുദപിച്ച ദൈവം. Oh, he was depressed by creating man. Still he started loving man. When Jesus came, this is the real example of God's love. സ്തോത്രം. എന്നെ കണ്ടാൽ എന്റെ ഭാര്യയ്ക്ക് പോലും സ്നേഹിക്കാൻ തോന്നില്ലാത്ത സ്ഥലത്താണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ദൈവം സ്നേഹിച്ചത്. എന്ത് യോഗ്യതയുണ്ട് ആ സ്നേഹത്തിന്? പറ. What is the eligibility to have God's love in your life? ദൈവത്തെ സ്നേഹിക്കാനുള്ള നല്ല ഗുണം നീ എന്ന് പറ. There is nothing you have to claim to receive God's love. Still, why you receive that? Because of the love of God. Amen. അങ്ങനെയാണെങ്കിൽ Jesus told to the public, love God with your full heart, with full love. And the second law is equal to that, love your brothers. സ്തോത്രം. സ്തോത്രം. എത്ര പേർക്ക് ആ സ്നേഹമുള്ളത്? എത്ര പേരോട് കൈപ്പുള്ളത്? Still you have grudge against many people. You are not ready to compromise. You are not ready to love them. You receive God's love. ഇപ്പോൾ ശ്വാസം പോയാൽ വലിയ പ്രശ്നമാണ്. Amen. Because you are holding love of the world. ഈ ലോകത്തിന്റെ സ്നേഹമാണ് നീ കാണുന്നത്. ദൈവത്തിന്റെ സ്നേഹം അങ്ങനല്ല. ആമേൻ. കുത്തിയവനെയും കുന്തം കൊണ്ട് ഇണക്കിയവനെയും മുൾക്കിരീടം വെച്ചവനെയും ആണി അടിച്ചവനെയും തുപ്പിയവനെയും കണ്ണത്തടിച്ചവനെയും അവൻ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ആമേൻ. ആമേൻ. He transformed
ലോ ഇൻടു ലവ്. 10 കൽപ്പനകളെ സ്നേഹത്തിന് 2 കൽപ്പനകളാക്കി അവൻ മാറ്റി. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ലോ പ്രകാരമല്ല, അക്കോർഡിംഗ് ടു ഗോഡ്സ് ലവ്. ദൈവത്തെ സ്തുതിക്കുക. 1 Corinthians 16:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഡു എവറിത്തിങ് ഇൻ ലവ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. നിങ്ങൾ ബൈബിള് വായിക്കുന്നത് സഭയുടെ നിയമമാണെന്ന് ഓർത്തിട്ടാണെങ്കിൽ യു ആർ റോങ്. നിങ്ങൾ സമയത്ത് വരുന്നത് ഒരു നിയമമാണെങ്കിൽ റോങ്. നിങ്ങൾ ദശാംശം കൊടുക്കുന്നത്, ഓഫറിംഗ് കൊടുക്കുന്നത് ഒരു നിയമമാണെങ്കിൽ റോങ്. How you have to do that? Everything in love. Why? You received God's love. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കരണത്തെ അടിച്ചെടുത്തിയാൻ പറഞ്ഞു, മറുകരണം കാണിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇത് ഒരു കരണത്തെ അടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് അടിക്കട്ടുണ്ട് പറയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഗിയർ മാറി മാറി എന്ത് ചെയ്യുന്ന ഇങ്ങനെ ടോപ്പ് ഗിയറിലേക്ക് പോവുക. Praise the Lord. Praise the Lord. ഇവിടെ കാര്യം ഓർത്തോണം, once you are in Christ, God will stop all the unwanted things. അവൻ അടിച്ചു, Jesus was silent. അവൻ കുത്തി, Jesus was silent. മരിക്കുന്നിടം വരെയും Jesus was silent. Amen. പക്ഷേ after resurrection, Amen, the word is talking to the world. ആമേൻ. നിന്റെ നിശബ്ദത നാളെ അനേകരോടുള്ള സന്ദേശമാണ്. സ്തോത്രം. നിന്റെ മൗനം അനേകർക്കുള്ള ആമേൻ സാക്ഷ്യമാണ്. സ്തോത്രം. എവിടെയെങ്കിലും താണു പോയെങ്കിൽ ഓർത്തോണം, നിനക്കൊരു ഉയർപ്പുണ്ട്. ഹല്ലേലൂയ. എവിടെയെങ്കിലും നിന്നെച്ചെങ്കിൽ ഓർത്തോണം, അവിടെ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട്. സ്തോത്രം. നിന്റെ മുന്നകൾ അവൻ മാറ്റിക്കളയും. ഹല്ലേലൂയ. Because you receive God's love. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. John 21:15 നമുക്ക് കാണാൻ കഴിയും. ആമേൻ. പത്രോസിനോട് ചോദിച്ചു, എന്താ പറഞ്ഞു? നീ എന്നെ സ്നേഹിക്കുന്നു. Really you love me? എന്ന് വായിച്ചു. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. ആമേൻ. ഇംഗ്ലീഷ് പ്ലീസ്. 21:15. Jesus said to Simon Peter, Simon, son of John, you love me more than these? You love me more than everyone. You love me more than everything. Lord, he said. Yes, Lord, he said. You know that I love you. You know that I love you. Feed my lamb. Feed my lamb. See, the moment God realized that you receive God's love, God is having a confidence that if you love, you receive God's love, you will surely love the people. അതുകൊണ്ട് പറഞ്ഞു, എന്റെ ആടുകൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? മേയ്ക്കാൻ പറഞ്ഞു. സ്തോത്രം. സ്തോത്രം. When we are going for evangelization, when we are sharing the gospel, if you are not sharing with God's love, nobody will come to his presence. കാരണം നീ ഒരു ലോ പോലെ, ഞാൻ ഈ കർത്താവിന്റെ വേല ചെയ്തില്ലെങ്കിൽ, ഞാൻ സ്വർഗത്തിൽ പോയില്ലെങ്കിലോ നോർത്താ എന്ത് ചെയ്യുന്നത്? ആ വേല സ്വീകരിച്ചു. അങ്ങനല്ല, പ്രാർത്ഥനയോടെ കണ്ണുനീരോടപ്പാ അവര് വിടുവിക്കണപ്പാ, അവർ നശിക്കുന്ന ആത്മാവാണപ്പാ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ നീ പോകണമെങ്കിൽ, ആമേൻ, നിന്നെ അയക്കണമെങ്കിൽ, ആമേൻ, ദൈവത്തിന് ഉറപ്പുണ്ട്, നീ ദൈവത്തിന്റെ സ്നേഹം പ്രാപിച്ചിരിക്കുന്നു. Praise God. Hallelujah. അപ്പോൾ കർത്താവ് സ്വർഗത്തിൽ ചെന്നെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം? ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ തീരുമാനമാണ്. ദൈവത്തിന്റെ വചനം മാത്രം അനുസരിക്കുന്ന തീരുമാനം ഉണ്ടാകണം. ആമേൻ. എല്ലാവരെയും തുറന്ന് സ്നേഹിക്കണമെന്നുള്ള തീരുമാനം ഉണ്ടാകണം. I will love everyone. Many people will talk against you. Many people will talk behind you. Many people will say that you are useless. Many people will really do many things against you. Still, you are not shaken. Why? You receive God's love. Amen. Amen. ആടുകളെ മേയ്ക്കാൻ പറയാം. ആടുകളെ മേയ്ക്കാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. സഭയോട് ദൂതുണ്ട്. നിങ്ങളുള്ള ദൂത അവൻ വഴി നടക്കുമെങ്കിൽ, വചനം മാത്രം അനുസരിക്കുമെങ്കിൽ,
എല്ലാവരും സ്നേഹിക്കുമെങ്കിൽ ഒരു വാക്കുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. എസെക്കിയേൽ 36:38 36 നമ്മൾ വായിച്ചത്. പുതിയ ആത്മാവിനെ തരും. ആമേൻ. 38 വാക്കുകൂടെ ഒന്ന് വായിക്കാം. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവങ്ങൾ യെരൂശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ആമേൻ. ദൈവസഭയെ ദൈവം നിറയ്ക്കും. ആമേൻ. എപ്പോഴെന്നറിയാമോ? നിങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം. I will walk according to the word of God. I will obey the word of God. I will love everyone in the world. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ വഴിയിൽ നടക്കും. ഞാൻ ദൈവത്തിനെ മാത്രം അനുസരിക്കും. ആമേൻ. എല്ലാവരെയും ഞാൻ തുറന്ന മനസ്സോടെ സ്നേഹിക്കും എന്ന തീരുമാനമെടുക്കുമ്പോൾ ആമേൻ. ആമേൻ. സ്തോത്രം. പത്രോസേ ഇനി നീ യോഗ്യനായിരിക്കുന്നത് എന്തിനു വേണ്ടി? ആടുകളെ മേയ്ക്കാനെങ്കിൽ ആമേൻ നീ മേയ്ക്കാൻ നിന്നാ മതി. ആടുകളെ ഞാൻ നിറയ്ക്കും. സ്തോത്രം. എങ്ങനെ നിറയ്ക്കുന്നത്? ശൂന്യമായ പട്ടണങ്ങളിലെ ആടിനെ കൊണ്ട് നിറയ്ക്കും. ആമേൻ. സ്തോത്രം ചെയ്യുന്നത് ശൂന്യമായ ഇടങ്ങൾ ആട്ടിൻകൂട്ടം പോലെ. ഉത്സവങ്ങളിൽ ആമേൻ ശൂന്യമായ ഇടങ്ങളിൽ യെരൂശലേമിലെ ആട്ടിൻകൂട്ടം ആമേൻ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടത്തെ ഞാൻ കൊണ്ട് നിറയ്ക്കും. സ്തോത്രം. നിറയ്ക്കുമ്പോൾ എന്തറിയും? ഞാൻ യഹോവയെന്ന് നമ്മൾ അറിയുവാൻ പോകുന്നു. സ്തോത്രം. ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരാമോ ചേഞ്ച്. When you start praying to renew in spirit, Lord will give the grace to follow his path. When you pray to renew in spirit, Lord will give the grace to only obey the word of God. When you pray to renew for spirit, Lord will give his love to love everyone. Hallelujah. അതുകൊണ്ട് ആത്മാവിന്റെ പുതുക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിലെ യാത്രയിൽ നിന്ന് പിതാവിൻ സന്നിധിയിൽ ചെല്ലുവാനും അനേക മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടത്തെ ആമേൻ ക്രിസ്തുവിലേക്ക് നടത്തുവാനും ആത്മാവിൽ പുതുക്കം പ്രാപിക്കണം. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടയാളം പോലെ പരിശുദ്ധാത്മാവ് പറയുന്നു ആമേൻ ദൈവസഭയിലേക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആമേൻ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം ഈ ദിനങ്ങളിൽ ദൈവം അയക്കുവാൻ പോവുകയാണ്. എന്താ അയക്കുന്നറിയാമോ? അകത്തൊരു പുതുക്കം നടന്നിട്ടില്ല. സ്തോത്രം. പല വഴികളിൽ പോകുന്ന വിശ്വാസികൾ, വചനം മൊത്തം അനുസരിക്കാൻ തീരുമാനമില്ലാത്തവർ, അകത്ത് വന്നാൽ സ്നേഹിക്കാൻ മനസ്സില്ലാത്തവർ, ഇതെല്ലാം ഒന്ന് മാറി നമ്മൾ നല്ല ക്രിസ്തുവിന്റെ മകളുമായി തീരുമ്പോൾ, അകത്ത് സ്നേഹം വ്യാപരിക്കുമ്പോൾ ദൈവം അയക്കും ആത്മാക്കളെ. അവരെ നമ്മോടൊപ്പം ചേർത്ത് ക്രിസ്തുവിലേക്ക് നടത്തുവാനുള്ള വലിയ ദൗത്യം കർത്താവ് നമ്മുടെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, this is the promise of God. ദൈവത്തിന്റെ വാഗ്ദത്തമാ. അങ്ങനെയെങ്കിൽ ആമേൻ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം ദൈവത്തിന്റെ വാഗ്ദത്തമാ. അത് സംഭവിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കാം.